കണ്ടൽക്കാടിന്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു തോണിയാത്രയില്ല ആരാ ആഗ്രഹിക്കാത്തത്? അതും നമ്മളെ മലയാള ഫിലിം പൊന്മാനൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലം ജില്ലയിലെ മൺട്രൂത്തുരത്തിലാണ്. അഷ്ടമുടി കായലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു യാത്ര സംഭവം അടിപൊളിയാണ്. ആ നാടിന്റെ നാട്ടുകാരെ ഒക്കെ ജീവിത ശൈലിയൊക്കെ നമുക്ക് ഇങ്ങനെ കാണട്ടാ. ഇത് നമ്മളെ തോണിക്കാരൻ ദാസേട്ടനാണ്. ഇങ്ങനെ കാണാൻ അടിപൊളിയായിട്ടുള്ള കുറെ സ്ഥലങ്ങളും അതേപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. അതിന്റെ അടിയിൽ കൂടെ തല താഴ്ത്തിയിട്ട് ഒരു പോക്കും മീൻ കൃഷിയും ചെമ്മീൻ കെട്ടും അങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കട്ടെ. യാത്ര ചെയ്യാൻ വരുമ്പോൾ രാവിലെ 6 മണിക്കെങ്കിലും മിനിമം എത്താൻ നോക്കട്ടെ, എന്നാൽ അതിന്റെ ഒരു വൈബ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മളെ തോണിക്കാരൻ ഹരിദാസേട്ടനാണ് കേട്ടോ. മൂപ്പരെ വിളിച്ചാൽ നിങ്ങൾ തലേന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമൊക്കെ സെറ്റ് ആക്കി തരും. അതാവുമ്പോൾ 6 മണിക്ക് തന്നെ തുടങ്ങാൻ യാത്ര. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജഡായു പാർക്കിലേക്കാണ്. നമ്മളെ മലന്ന് കിടക്കുന്ന പരുന്തിനെ കാണാൻ. ഇവിടെ 2 ടൈപ്പിൽ ടിക്കറ്റ് ഉണ്ട്. ഒന്നുകിൽ സ്റ്റെപ്പ് കയറി മേൽക്കാട് പോവാ, അല്ലെങ്കിൽ ഈ കാണുന്ന കേബിൾ കാറിലാണ് കയറാം. കേബിൾ കാറിൽ കയറി പോകാൻ നല്ലത്. സ്റ്റെപ്പ് കയറി അവിടെ എത്തുമ്പോൾ മരിച്ചിട്ടുണ്ട്. അതിന് മാത്രം സ്റ്റെപ്പ് കയറാണ്ട് കേബിൾ കാർ കൂടെ പോകുമ്പോൾ ജഡായുവിന്റെ ഒരു വ്യൂ ഒക്കെ സംഭവം അടിപൊളിയാണ്. അതുപോലെ ഇതുവരെ കേബിൾ കാർ കയറാത്തവർക്കാണെങ്കിലും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 65 ഏക്കറിൽ 100 കോടി ചെലവിലാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് മാത്രമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും കാണാനുള്ള വകുപ്പുണ്ട്. പിന്നെ ഹിന്ദു സംസ്കാരത്തിന്റെ എന്തൊക്കെയുള്ള ഒരു അമ്പലവും അതേപോലെ രാമന്റെ കാൽപാദമൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ്. ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചും ആ കേബിൾ കാർ തന്നെ നമുക്ക് താഴേക്ക് വരട്ടാം. എന്റെ അഭിപ്രായത്തിൽ കേബിൾ കാർ കയറി അപ്പായിട്ടോട്ട് വരുമ്പോ തന്നെ ആ പൈസ മുതലായി എന്നുള്ളതാണ്. പരുന്തിനെ കണ്ട എക്സ്പീരിയൻസും അതേപോലെ കേബിൾ കാറിന്റെ എക്സ്പീരിയൻസും സംഭവം മുതലാ.